പൊന്നാനി തഹസിൽദാർക്ക് സ്ഥലമാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് സ്ഥലമാറ്റം. പൊന്നാനി തഹസിൽദാർ KG സുരേഷ് കുമാറിനാണ് സ്ഥലമാറ്റം. കായംകുളത്തേക്കാണ് തഹസിൽദാർ സ്ഥലം മാറിപ്പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തഹസിൽദാർക്ക് സ്ഥലം മാറ്റമായത്. മാസങ്ങൾക്ക് മുമ്പാണ് KG സുരേഷ് കുമാർ പൊന്നാനി തഹസിൽദാറായി ചുമതലയേറ്റത്. നിരവധി ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് തഹസിൽദാർ പൊന്നാനിയിൽ നിന്നും പടിയിറങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞാൻ പൊന്നാനി തഹസിൽദാരായിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കുകയാണ്. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, കൊട്ടാരക്കരക്കാരനാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു പൊന്നാനിക്കാരനായി മാറി. ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. പൊന്നാനിയിൽ എനിക്ക് അപ്രതീക്ഷിതമായിരുന്നു പൊന്നാനിയുടെ ആ സ്ഥലം എന്നുള്ള ആ സ്ഥലം മാറ്റം. ഞാനത് ഒരു പൊന്നാനിക്കാരനായ സ്ഥിതിക്ക് പൊന്നാനിയിൽ തന്നെ തുടരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സർക്കാർ എന്നെ എൻ്റെ നാട്ടിനടുത്തേക്ക് തന്നെ എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുകയാണ്. പൊന്നാനിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നത്. ജലമേള, പൊന്നാനിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ജലമേള, ഓണത്തോടനുബന്ധിച്ച് ജലമേള കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭംഗിയായും വെടിപ്പായും നടത്തുവാൻ എനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നവകേരള സദസ്സ്, പൊന്നാനി താലൂക്കിലെ 2 നവകേരള സദസ്സുകൾ കേരള സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു. ഒന്ന് പൊന്നാനിയിലും ഒന്ന് എടപ്പാളിലും. അതും വളരെ വിജയകരമായി നടത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സർക്കാർ അതിൻ്റെ കരുതലും കൈത്താങ്ങും പരിപാടി, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി വളരെ വിജയകരമായി സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിന് അകമഴിഞ്ഞ പിന്തുണ എനിക്ക് 2 പൊന്നാനി MLAയും തവനൂർ MLAയും എനിക്ക് നൽകിയിരുന്നു. പല വികസന സമിതി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മുനിസിപ്പൽ ചെയർമാൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അകമഴിഞ്ഞ പിന്തുണയും അതേപോലെ തന്നെ മറ്റ് ഇതര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും അകമഴിഞ്ഞ പിന്തുണ എനിക്ക് ഉണ്ടായിരുന്നു. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.